എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് സെനേരിയസ് ടാഗ്സ് യൂസ് ചെയ്ത് കരേറ്റയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ എക്ലിപ്സ് ഐഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കരേറ്റെ API ടെസ്റ്റ് എന്ന പ്രൊജക്റ്റിനുള്ളിൽ SRC ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് ഫോൾഡറിൻ്റെ അകത്ത് com.test എന്ന് പറഞ്ഞൊരു പാക്കേജ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പാക്കേജിനുള്ളിൽ ഈ ഡെമോയ്ക്ക് വേണ്ടി ടാഗ്സ് ഡോട്ട് ഫീച്ചർ എന്ന് പറഞ്ഞൊരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫീച്ചർ ഫയലിൻ്റെ അകത്ത് 4 സെനേരിയസ് ഉണ്ട്. ഫസ്റ്റ് സെനേരിയ ഞാൻ ടാഗ് ചെയ്തിരിക്കുന്നത് സ്മോക്ക് റിഗ്രഷൻ എന്നീ 2 ടാഗ്സ് യൂസ് ചെയ്താണ്. ടാഗ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി @ സിമ്പിൾ യൂസ് ചെയ്തതിനു ശേഷം ടാഗ് നെയിം കൊടുക്കുക. അപ്പോൾ ഈ ഫസ്റ്റ് സെനേരിയ HTTP മെത്തേഡ് പോസ്റ്റാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ സെനേരിയയ്ക്ക് ഞാൻ 2 ടാഗ് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് സെനേരിയ സാനിറ്റി എന്ന ടാഗാണ് കൊടുത്തിരിക്കുന്നത്. ഇത് HTTP മെത്തേഡ് ഗെറ്റാണ് സപ്പോർട്ട് ചെയ്യുന്നത്. തേർഡ് സെനേരിയോ റിഗ്രഷൻ എന്ന ടാഗാണ് കൊടുത്തിരിക്കുന്നത്. HTTP മെത്തേഡ് പുട്ടാണ് ഈ സെനേരിയ സപ്പോർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് സെനേരിയ ഞാൻ റിഗ്രഷൻ എന്ന ടാഗിനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ പർട്ടിക്കുലർ സെനേരിയ HTTP മെത്തേഡ് ഡിലീറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ടാഗ്സ് യൂസ് ചെയ്തായിരിക്കും ഈ സെനേരിയസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ സാമ്പിൾ ടെസ്റ്റ് ഡോട്ട് ജാവ എന്ന് പറഞ്ഞൊരു ജാവ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ടെസ്റ്റ് സ്പെസിഫിക് ഫീച്ചർ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പർട്ടിക്കുലർ ടെസ്റ്റ് മെത്തേഡാണ് റൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഫീച്ചർ ഫയൽ റൺ ആകും. കാരണം ഞാനിവിടെ ഫീച്ചർ ഫയലിൻ്റെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഫീച്ചർ ഫയലിലെ ഒരു പർട്ടിക്കുലർ ടാഗ് യൂസ് ചെയ്തായിരിക്കും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ടെസ്റ്റ് ടാഗ്സ് എന്നുള്ള ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ കമൻറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അതുപോലെ ഓരോ ലൈനിൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ള കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പിന്നീട് നോക്കുമ്പോൾ അത് മനസ്സിലാവും. ഞാൻ ആദ്യമേ റൺ ചെയ്യാൻ വേണ്ടി പോകുന്ന റിഗ്രഷൻ വെച്ച് മാർക്ക് ചെയ്തിരിക്കുന്ന സെനേരിയോസ് ആണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ ഫസ്റ്റ് 2 ലൈൻസ് ഞാൻ അൺകമൻറ്റ് ചെയ്യുന്നു. അതോടൊപ്പം 15th ലൈനും കൂടെ ഞാൻ അൺകമൻറ്റ് ചെയ്യുന്നു. അതുപോലെ ഈ കേർലി ബ്രേസും കൂടെ അൺകമൻറ്റ് ചെയ്യുന്നു. ഇനി ഞാൻ ഈ പർട്ടിക്കുലർ ടെസ്റ്റ് മെത്തേഡാണ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ടാഗ്സ് എന്നൊരു ഫീച്ചർ ഫയൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഡോട്ട് ടാഗ്സ് എന്നുള്ള മെത്തേഡ് വിളിച്ചിട്ട് റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടാഗ് ഏതാണോ ആ ടാഗ് നെയിം ഇവിടെ കൊടുക്കുക. അപ്പം ഈ ഫീച്ചർ ഫയലിലെ റിഗ്രഷൻ വെച്ച് ടാഗ് ചെയ്തിരിക്കുന്ന സെനേരിയസ് മാത്രമായിരിക്കും എക്സിക്യൂട്ട് ആകാൻ വേണ്ടി പോകുന്നത്. അത് നമുക്ക് വെരിഫൈ ചെയ്യാം. ഇവിടെ ഞാൻ 2 ടെസ്റ്റ് മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പർട്ടിക്കുലർ ടെസ്റ്റ് മെത്തേഡാണ് നമുക്ക് റൺ ചെയ്യേണ്ടത്. അപ്പം JUnit വെച്ച് റൺ ചെയ്യാൻ വേണ്ടി ആ മെത്തേഡ് സെലക്ട് ചെയ്യുക, മെത്തേഡ് നെയിം മാത്രം സെലക്ട് ചെയ്യുക. അതിനുശേഷം റൺ as JUnit എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ പർട്ടിക്കുലർ ടെസ്റ്റ് മെത്തേഡ് മാത്രം എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. എക്സിക്യൂഷൻ സ്റ്റാർട്ടായി. നിങ്ങൾക്ക് കാണാം ഇവിടെ JUnit ടാബ് വന്നു. സാമ്പിൾ ടെസ്റ്റ് ആ ക്ലാസ്സിനകത്ത് ടെസ്റ്റ് ടാഗ്സ് ഉള്ള മെത്തേഡാണ് റൺ ആയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് 3 സെനേരിയസ് എക്സിക്യൂട്ട് ആയി. കാരണം റിഗ്രഷൻ വെച്ച് ടാഗ് ചെയ്തിരിക്കുന്ന 3 സെനേരിയസ് ഉണ്ട്. നമുക്കത് റിപ്പോർട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. Ctrl+C. നിങ്ങൾക്ക് കാണാം റിഗ്രഷൻ വെച്ച് ടാഗ് ചെയ്തിരിക്കുന്ന 3 സെനേരിയസ് ഉണ്ട്. അത് 3 റൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം. സെക്കൻഡ് കേസ് റൺ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ലൈന് കമൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ ലൈൻ അൺകമൻറ്റ് ചെയ്യുന്നു. റിഗ്രഷനും സ്മോക്കും വെച്ച് ടാഗ് ചെയ്തിരിക്കുന്ന എല്ലാ സെനേരിയസും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ലൈൻ ഓഫ് കോഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതൊരു OR ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്. നമുക്ക് ഇനി ഈ ടെസ്റ്റ് ടാഗ് എന്നുള്ള ഈ മെത്തേഡ് റൺ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ as JUnit ടെസ്റ്റ്. എക്സിക്യൂട്ടായി. നമുക്ക് ഈ റിപ്പോർട്ട് റിഫ്രഷ് ചെയ്ത് നോക്കാം. നമുക്ക് കാണാം റിഗ്രഷനും സ്മോക്കും വെച്ചിട്ടുള്ള എല്ലാ സെനേരിയസും എക്സിക്യൂട്ടായി. ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. ഈ ലൈൻ വീണ്ടും ഞാൻ കമൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം തേർഡ് കേസ് 21st ലൈൻ ഞാൻ അൺകമൻറ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് റിഗ്രഷനും സ്മോക്കും വെച്ച് ടാഗ് ചെയ്തിരിക്കുന്ന സെനേരിയോ മാത്രം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ലൈൻ ഓഫ് കോഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഓരോ ടാഗും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് *** കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പം ഇതൊരു ആൻഡ് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്. ഓറിൻ്റെ കേസിൽ *** ഒരു സിംഗിൾ കോമ യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ OR ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇതൊരു ആൻഡ് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്. അപ്പം
റിഗ്രഷനും സ്മോക്കും വെച്ച് ഒരുമിച്ച് ടാഗ് ചെയ്തിരിക്കുന്ന സെനാരിയോ മാത്രമായിരിക്കും റൺ ആകാൻ വേണ്ടി പോകുന്നത്. നമുക്ക് വെരിഫൈ ചെയ്യാം. ടെസ്റ്റ് ടാഗ്സ് എന്നുള്ള മെത്തേഡ് സെലക്ട് ചെയ്യുന്നതിന് ശേഷം റണ്ണസ് JUnit ടെസ്റ്റ്. നമുക്കിനി റിപ്പോർട്ട് വെരിഫൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാം സെനാരിയോസ് വണ്ണായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഒരു സെനാരിയോ മാത്രമാണ് റണ്ണായത് എന്നുള്ളതാണ്. ഞാൻ ആ റിപ്പോർട്ട് റിഫ്രഷ് ചെയ്യുവാണ്. 3 എന്നുള്ള കൗണ്ട് 1 ആയിട്ട് മാറി. കാരണം റിഗ്രഷനും സ്മോക്കും ഒരുമിച്ച് ടാഗ് ചെയ്തിരിക്കുന്ന ഒറ്റ സെനാരിയോ ഉള്ളൂ. നിങ്ങൾക്ക് ആ ഫീച്ചർ ഫയൽ നോക്കിയാൽ അത് കാണാവുന്നതാണ്. ഫസ്റ്റ് സെനാരിയോയുടെ കേസ് മാത്രമാണ് 2 ടാഗ് ഒരുമിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമാണ് റണ്ണായിരിക്കുന്നത്. ഇനി ലാസ്റ്റ് കേസ് നമുക്ക് നോക്കാം. ഇത് ഞാൻ വീണ്ടും കമൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ ലൈന് അൺകമൻറ്റ് ചെയ്യുവാണ്. ടു റൺ ടാഗ് റിഗ്രഷൻ ഓർ സ്മോക്ക് ആൻഡ് നോട്ട് സാനിറ്റി. അതായത് ആ ഫീച്ചർ ഫയലിലെ റിഗ്രഷനും സ്മോക്കും വെച്ച് ടാഗ് ചെയ്തിരിക്കുന്ന സെനാരിയോസ് റൺ ചെയ്യണം. പക്ഷേ സാനിറ്റി വെച്ച് ടാഗ് ചെയ്തിരിക്കുന്ന സെനാരിയോസ് എക്സിക്യൂട്ട് ആവില്ല. ആ കേസിലാണ് നമ്മൾ ഈ ലൈൻ ഓഫ് കോഡ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സാനിറ്റി ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ ഒരു ടിൽഡേ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ടാഗ് വെച്ചിട്ടുള്ള സെനാരിയോസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഈ മെത്തേഡ് റൺ ചെയ്ത് നോക്കാം. ടെസ്റ്റ് ടാഗ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം റണ്ണസ് JUnit ടെസ്റ്റ്. അപ്പം 3 സെനാരിയോസ് മാത്രമായിരിക്കും എക്സിക്യൂട്ട് ആകുന്നത്. 3 സെനാരിയോസ് മാത്രം എക്സിക്യൂട്ടായി. നമുക്ക് ആ റിപ്പോർട്ടും കൂടെ വെരിഫൈ ചെയ്യാം. 3 മാത്രം വർക്കായി. ഇനി നമുക്ക് ഇതേ കാര്യം നമുക്ക് കമാൻഡ് ലൈനിൽ കൂടെ അച്ചീവ് ചെയ്യാം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞാൻ ഈ ലൈനും കൂടെ കമൻറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇനി നമ്മൾ റൺ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതേ ജാവ ക്ലാസ് തന്നെയായിരിക്കും. പക്ഷേ ഞാൻ ഇവിടുത്തെ ടാഗിങ്സ് കൊടുത്തിരിക്കുന്ന ആ മെത്തേഡ് ഞാൻ ഫുള്ള് കമൻറ്റ് ചെയ്തു. ഇനി നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടെസ്റ്റ് സ്പെസിഫിക് ഫീച്ചർ എന്നുള്ള ഈ മെത്തേഡായിരിക്കും. അത് ഈ സാമ്പിൾ ടെസ്റ്റ് എന്നുള്ള ഈ ജാവ ക്ലാസ്സിനകത്താണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഇവിടെ ടാഗ്സ് എന്നുള്ള ഫീച്ചർ ഫയൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ കമാൻഡ് ലൈനിൽ കൂടി ആയിരിക്കും റൺ ചെയ്യേണ്ട ടാഗ്സ് പാസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഓൾറെഡി പ്രൊജക്റ്റ് കമാൻഡ് ലൈനിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. അതുപോലെ നോട്ട് പാഡിൽ കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ JUnit വെച്ച് എക്സിക്യൂട്ട് ചെയ്ത അതേ കേസസ് തന്നെയാണ് കമാൻഡ് ലൈനിൽ കൂടെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം. ടു റൺ ടാഗ് റിഗ്രഷൻ യൂസിങ് maven കമാൻഡ് ഫ്രം കമാൻഡ് ലൈൻ. ഇവിടെ MVN ടെസ്റ്റ് അതിനുശേഷം -t calculated.option എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്ത് ടാഗ്സ് നമ്മളിവിടെ പാസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഏത് ജാവ ക്ലാസ് ആണ് റൺ ചെയ്തിരിക്കേണ്ടത് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കമാൻഡ് യൂസ് ചെയ്യുന്നു. അപ്പോൾ റിഗ്രഷൻ ടെസ്റ്റ് കേസ് വെച്ച് ടാഗ് ചെയ്തിരിക്കുന്ന എല്ലാ സെനാരിയോസും എക്സിക്യൂട്ട് ആകണം. നമുക്കത് വെരിഫൈ ചെയ്യാം. ഞാൻ കമാൻഡ് ലൈനിൽ അത് പേസ്റ്റ് ചെയ്യുന്നു. അപ്പം 3 സെനാരിയോസ് നമ്മൾ റിഗ്രഷൻ വെച്ച് ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പം 3 സെനാരിയോസ് എക്സിക്യൂട്ട് ആയോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്താൽ മതി. 3 എക്സിക്യൂട്ട് ആയി. അതിനകത്ത് ഒരു സെനാരിയോ ഫെയിൽ ആയിട്ടുണ്ട്. അത് APIയുടെ ഒരു ഫെയിലറാണ്. അത് നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെ ടാഗ്സ് റൺ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് വെരിഫൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് റിപ്പോർട്ട് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. റിപ്പോർട്ട് ഞാൻ ഓപ്പൺ ചെയ്തു. നിങ്ങൾക്ക് കാണാം റിഗ്രഷനും സ്മോക്കും വെച്ചുള്ള ഫസ്റ്റ് സെനാരിയോ റൺ ആയിട്ടുണ്ട്. കാരണം നമ്മൾ റിഗ്രഷൻ വെച്ചുള്ള ടാഗാണ് കമാൻഡ് ലൈനിൽ കൂടെ എക്സിക്യൂട്ട് ആയത്. അപ്പോൾ റിഗ്രഷൻ ഫസ്റ്റ് സെനാരിയോയുടെ പാർട്ട് ആയതുകൊണ്ടാണ് അതും റൺ ആയത്. റിഗ്രഷൻ 3 സെനാരിയോസിൻ്റെ കേസിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. ആ 3 സെനാരിയോസ് എക്സിക്യൂട്ട് ആയി. ഇനി നമുക്ക് സാനിറ്റി മാത്രമാണ് റൺ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സെയിം കമാൻഡ് നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം റിഗ്രഷൻ എന്ന ടാഗ് നമുക്ക് റിമൂവ് ചെയ്തിട്ട് അവിടെ സാനിറ്റി വെച്ച് റിപ്ലേസ് ചെയ്യാം. അപ്പോൾ സാനിറ്റി എന്ന ടാഗ് ഉള്ള സെനാരിയോ മാത്രം എക്സിക്യൂട്ട് ആവും. നമുക്കതൊന്ന് വെരിഫൈ ചെയ്യാം. അപ്പോൾ സെനാരിയോസിൻ്റെ കൗണ്ട് 1 ആയിട്ട് വരണം. സെനാരിയോസിൻ്റെ കൗണ്ട് 1 ആയിട്ട് വന്നു. നമുക്ക് റിപ്പോർട്ടും കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് വെരിഫൈ ചെയ്യാം. നിങ്ങൾക്ക് കാണാം കൗണ്ട് 1 ആയിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ സാനിറ്റി എന്നുള്ള ടാഗ് ഇവിടെ വന്നിട്ടുണ്ട് റിപ്പോർട്ടിൽ. ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. അടുത്ത കേസ് ഓർ കണ്ടീഷനാണ്. സ്മോക്കും റിഗ്രഷനും വെച്ച് ടാഗ് ചെയ്തിരിക്കുന്ന സെനാരിയോസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡാണ്. ഞാൻ അത് കമാൻഡ് ലൈനിൽ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ 3 സെനാരിയോസ് എക്സിക്യൂട്ട് ആവും. ഓക്കെ, ഇനി നമുക്ക് റിപ്പോർട്ട് വെരിഫൈ ചെയ്ത് നോക്കാം. 3 സെനാരിയോസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത കേസ് നോക്കാം. അടുത്ത കേസ് നമ്മൾ ആൻഡ് കണ്ടീഷനാണ് പെർഫോം ചെയ്യുന്നത്. അതിനുവേണ്ടി കമാൻഡ് യൂസ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം
രണ്ട് ടാഗ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അതാണ് ആൻഡിൻ്റെ ഡിഫറൻസ്. കമാൻഡ് കോപ്പി ചെയ്തു, ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒറ്റ സിനാരിയോ മാത്രമായിരിക്കും റണ്ണാകുന്നത്. ഫസ്റ്റ് സിനാരിയോ മാത്രമായിരിക്കും റണ്ണാകുന്നത്, കാരണം അത് മാത്രമാണ് റിഗ്രഷനും സ്മോക്കും വെച്ച് ടാഗ് ചെയ്തിരിക്കുന്നത്. ടെസ്റ്റ് റണ്ണ് 1, സിനാരിയോസിൻ്റെ കൗണ്ട് നോക്കിയാൽ കാണാം 1 ആണ്. റിപ്പോർട്ടും കൂടെ നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. നമുക്ക് കാണാം ഈ ഒരു പർട്ടിക്കുലർ സിനാരിയോ മാത്രമാണ് റണ്ണായിരിക്കുന്നത്. ഈ ലാസ്റ്റ് കേസും കൂടെ നോക്കാം. ലാസ്റ്റ് കേസിൽ റിഗ്രഷനും സ്മോക്കും വെച്ച് ടാഗ് ചെയ്തിരിക്കുന്ന എല്ലാ സിനാരിയോസ് എക്സിക്യൂട്ട് ആണ്, പക്ഷേ സാനിറ്റി വെച്ച് ടാഗ് ചെയ്തിരിക്കുന്ന സിനാരിയോസ് റണ്ണാകരുത്. അതിനുവേണ്ടിയാണ് നമ്മളിവിടെ ടിൽഡേ സിമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ കമാൻഡ് കോപ്പി ചെയ്യുന്നു, അതിനുശേഷം കമാൻഡ് ലൈനിൽ പേസ്റ്റ് ചെയ്യുവാണ്. കോപ്പി ആയില്ല, ഒന്നുകൂടെ കോപ്പി ചെയ്യുവാണ്, Ctrl+C. ഓക്കെ, നമുക്ക് റിപ്പോർട്ട് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. 3 സിനാരിയോയും എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കരേട്ടയിൽ ടാഗ്സ് എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ കമാൻഡ്സ് എല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. അതുപോലെ ഈ കോഡ് ഞാൻ ഗിറ്റ്ഹബിലേക്ക് പുഷ് ചെയ്യുന്നതായിരിക്കും. ഗിറ്റ്ഹബ് ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. നിങ്ങൾക്കത് റീയൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ടാഗ് എന്ന കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഉപയോഗപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സ് ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.